അലീന രോഹിത്തിൻ്റെ മുറി മുഴുവൻ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് അലീന നോക്കുന്നത്. പോലീസ് പരിശോധിക്കാൻ വരുമ്പോൾ മോശമായിട്ടുള്ളതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി അവിടെ മൊത്തം അരിച്ചു പറക്കുകയാണ്. കുറേ സീഡികളും പെൻഡ്രൈവ്, ഒരു പഴയ ഫോൺ എന്നിവയൊക്കെ അലീനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്തുകൊണ്ട് അലീന പുറത്തിറങ്ങി വന്നു. ഗോപാലൻ അലീനയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ്. ബബിതയാണ് വന്ന് വാതിൽ തുറന്ന് കൊടുത്തത്. അച്ഛൻ എങ്ങനെയുണ്ടെന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അലീന എവിടെയെന്ന് ചോദിച്ചപ്പോൾ ബബിത പറയുകയാണ്, എന്താ ഞങ്ങളോട് പറയാനില്ലേ, അവൾക്ക് മാത്രം എന്താണ് പ്രത്യേകത, ഞങ്ങളും അച്ഛൻ്റെ മകളല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. ഗോപാലൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറിപ്പോയി. അലീനയോട് ഗോവർദ്ധനൻ ചോദിക്കുകയാണ്, എന്താണ് നിൻ്റെ കയ്യിലിരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അലീന പറയുന്നു, അത് പോലീസ് എന്തായാലും ഇവിടെയൊക്കെ പരിശോധിക്കാൻ വരും, അപ്പോൾ ഒന്നും മോശമായിട്ടുള്ളതൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനൊരു മുൻകരുതൽ എടുത്തതാണ്, എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഗോവർദ്ധനൻ പറയുകയാണ്, എന്തായാലും രോഹിത്തിൻ്റെ ഭാവി പോയി, ഇനി എന്ത് ചെയ്യാനാണ്, ഇവിടുത്തെ പെൺകുട്ടികളുടെ കാര്യം കഷ്ടത്തിലായി, ഇനി അവരെങ്ങനെ പുറത്തിറങ്ങി നടക്കും, അവരെങ്ങനെ കോളേജിലും സ്കൂളിലും പോയി പഠിക്കും എന്നൊക്കെ പറയുകയാണ്. ഇനി നമുക്ക് അവനെ ഒരു തരത്തിലും രക്ഷിക്കാൻ പറ്റില്ല, ആ പെൺകുട്ടിക്ക് 18 വയസ്സായില്ലെന്നാണ് പറഞ്ഞത്, പോക്സോ കേസാണ്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവർദ്ധനൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ അലീനയ്ക്കും വിഷമമായി. അലീന പറയുന്നു, ഈ കാര്യമൊന്നും അച്ഛനോട് പറയല്ലേ, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് അച്ഛനെ സമാധാനിപ്പിക്കണേ എന്ന് പറയുകയാണ്.